കേരളത്തിന്റെ മുഖ്യമന്ത്രി ഒരു ദിവസം പോലും ബീഹാറിൽ CPM-ന്റെ സ്ഥാനാർത്ഥിക്ക് വേണ്ടി പ്രചരണം നടത്താൻ വേണ്ടി പോയി. ഈ BJP CPM ബാന്ധവത്തിന് പിന്നിൽ ആരെങ്കിലും ഒരാളുണ്ട് എന്നുള്ളത് സത്യമാണ്. അത് ജോൺ ബ്രിട്ടാസ് ആയിരുന്നു എന്ന് നമ്മളൊക്കെ അറിയുന്നത് ഇപ്പോഴാണ്. ആ കൈരളിയുടെ പണപ്പിരിവിന് നായകത്വം നൽകിയത് ബ്രിട്ടാസും അതുപോലെ തന്നെ ശ്രീ പിണറായി വിജയനുമാണ്. പ്രിയങ്ക ഗാന്ധി നിരവധി തവണ ഇന്ത്യൻ പ്രധാനമന്ത്രിയോട് ആവശ്യപ്പെടുന്നുണ്ട്. എല്ലാ സമയത്തും ഇങ്ങനെ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ കഴിയും. ബ്രിട്ടാസിന്റെ മുഖ്യ ശത്രു കോൺഗ്രസ് ആണ്. എന്തുകൊണ്ട്? ഈ CPM-ഉം BJP-യും വളർന്നു വരുന്ന വലിയൊരു ബാന്ധവം, അവിശുദ്ധ ബാന്ധവം, ഇത് എല്ലാ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർക്കും പെട്ടതാകണമെന്ന് തോന്നുന്നില്ല. അങ്ങനെ ആർക്കും വിശ്വാസവുമില്ല. പക്ഷേ ഇത് പിണറായി വിജയൻ്റെ ചില താല്പര്യങ്ങൾക്ക് വേണ്ടിയാണ്. പിണറായി വിജയനും അദ്ദേഹത്തെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ആളുകളുടെയും അഭിനവ കമ്മ്യൂണിസ്റ്റുകാരുടെയും ഒക്കെ ഒരു ചിന്തയാണ്. അതിനൊക്കെ മുന്നിൽ നിൽക്കുന്നതും അതിനൊക്കെയുള്ള പാലമിട്ട് നിൽക്കുന്നതും ജോൺ ബ്രിട്ടാസാണ്. ജോൺ ബ്രിട്ടാസിനെ വളരെ സൂക്ഷ്മമായി കേരളത്തിലെ കോൺഗ്രസ് ശ്രദ്ധിക്കേണ്ട സമയമായിരിക്കുന്നു എന്നാണ് എനിക്ക് അഭിപ്രായപ്പെടാനുള്ളത്. ഒന്ന്, മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് ശ്രീ പിണറായി വിജയൻ ഒരു ഘട്ടത്തിൽ മാറി നിൽക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് കേരളം വളരെ ഗൗരവമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭം. പിണറായിയെ തന്നെ മുന്നിൽ നിർത്തി മുന്നോട്ട് പോയാൽ കേരളത്തിൽ ഇനിയൊരു ഭരണത്തിന് സാധ്യതയില്ല എന്ന് വളരെ കൃത്യതയോടെ CPM വിലയിരുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭം. ഈ സന്ദർഭത്തിലാണ് അടുത്ത മുഖ്യമന്ത്രി ആര് എന്നൊരു ചോദ്യം കേരളത്തിൽ വളരെ പ്രസക്തമായി നിൽക്കുന്നത്. കേരളത്തിലെ ഒരുപാട് ന്യൂ മീഡിയാസ്, സോഷ്യൽ മീഡിയാസ് കഴിഞ്ഞ കുറേ കാലമായി കേരളത്തിൽ ബ്രിട്ടാസിനെ മുഖ്യമന്ത്രി സ്ഥാനത്തും നികേഷ് കുമാറിനെ പോലുള്ളവരെ മന്ത്രിസ്ഥാനത്തുമൊക്കെ പ്രതിഷ്ഠിച്ചുകൊണ്ട് വാർത്തകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നമ്മൾ കാണേണ്ട 2-3 പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. നമ്പർ 1, ആരാണ് ബ്രിട്ടാസ്? ബ്രിട്ടാസ് ഡൽഹിയിൽ ദേശാഭിമാനിയുടെ ഒരു ലേഖകനായി, ദേശാഭിമാനിയുടെ ബ്യൂറോ ചീഫായി ദീർഘകാലം പ്രവർത്തിച്ചിട്ടുള്ള ഒരാളാണ്. ഡൽഹിയിലെ രാഷ്ട്രീയവും ഡൽഹിയിലെ മാധ്യമപ്രവർത്തനവും ഒരുപോലെ വളരെ കൃത്യമായി മനസ്സിലാക്കിയിട്ടുള്ള ഒരാളാണ്. CPM നേതാക്കന്മാരോട് മാത്രമല്ല, മറ്റു രാഷ്ട്രീയ പാർട്ടിയിലെ നേതാക്കന്മാരോടും വളരെ വ്യക്തിപരമായിട്ട് ബന്ധം സ്ഥാപിക്കാൻ ഇത്രയും കാലം കൊണ്ട് സാധിച്ചിട്ടുള്ള കേരളത്തിലെ ഏറ്റവും വലിയ ഒരു പൊളിറ്റിക്കൽ മീഡിയേറ്ററാണ് ശ്രീ ജോൺ ബ്രിട്ടാസ് എന്ന് പറയുന്നത്. ആ അർത്ഥത്തിൽ അദ്ദേഹത്തിന് ഇപ്പോൾ സ്പീക്കർ കസേരയിലിരിക്കുന്ന ആളായാലും BJP-യുടെ മന്ത്രിമാരായാലും മറ്റു രാഷ്ട്രീയ പാർട്ടിയിലെ പ്രമുഖരായിട്ടുള്ള നേതാക്കന്മാരൊക്കെ ആയിട്ട് വലിയ ബന്ധമാണ് അദ്ദേഹം ഡൽഹിയിൽ സൂക്ഷിച്ചു വെച്ചിട്ടുള്ളത്. നമ്പർ 1. നമ്പർ 2, എങ്ങനെയാണ് കൈരളി TV-യുടെ തലപ്പത്ത് നിന്ന് ഇന്ത്യൻ പാർലമെൻറ്റിലേക്ക്, രാജ്യസഭയിലേക്ക് ഒരു MP ആയി ബ്രിട്ടാസ് പോയത്? എത്രയോ സീനിയർ മോസ്റ്റ് CPM നേതാക്കന്മാരെല്ലാം നിലനിൽക്കുന്ന ഒരു ഘട്ടത്തിലാണ് പൊടുന്നനവേ ബ്രിട്ടാസ് ആ സ്ഥാനത്തേക്ക് കയറിപ്പോകുന്നത്. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് പിണറായി വിജയനും ബ്രിട്ടാസും തമ്മിലുള്ള വ്യക്തിപരമായിട്ടുള്ള അടുപ്പമാണ്. ആ അടുപ്പം എന്ന് പറയുന്നത് വലിയ താല്പര്യങ്ങളോടെയുള്ള ഒരു അടുപ്പമായിരുന്നു, രാഷ്ട്രീയത്തിനപ്പുറമുള്ള താല്പര്യങ്ങൾ. ആ താല്പര്യം ആരംഭിക്കുന്നത് കൈരളി ചാനലിൽ നിന്ന് തന്നെയാണ്. ലോകം മുഴുവനുമുള്ള മലയാളികളെയെല്ലാം തേടിപ്പോയി കൈരളിയുടെ ഷെയർ ഹോൾഡേഴ്സാക്കി. എന്നിട്ട് കൈരളി ചാനൽ, കൈരളി പീപ്പിൾ, വി എന്ന് പറയുന്ന 3 ചാനലുകൾ കേരളത്തിൽ ആരംഭിച്ചു. അതിൻ്റെ ആദ്യ വർഷങ്ങളിലൊക്കെ ഷെയർ ഹോൾഡേഴ്സിന് ചെറിയ തോതിലെങ്കിലും ഷെയർ വാല്യൂ കൊടുത്തിരുന്നു കൈരളി ചാനൽ. പക്ഷെ പിന്നീട് ഇങ്ങോട്ട് ഒറ്റ ഷെയർ ഹോൾഡേഴ്സിനും 1000 രൂപ ഷെയറായിട്ട് നൽകുന്ന പ്രവണത കൈരളി ചാനൽ അവസാനിപ്പിച്ചു. അപ്പോൾ കൈരളിക്ക് വേണ്ടി കോടാനുകോടി രൂപയാണ് ലോകം മുഴുവൻ കിടന്ന് പിരിച്ചത്. ആ പണം കൊണ്ടാണ് കൈരളി ഉണ്ടായത്. ആ കൈരളിയുടെ പണപ്പിരിവിന് നായകത്വം നൽകിയത് ബ്രിട്ടാസും അതുപോലെ തന്നെ ശ്രീ പിണറായി വിജയനുമായിരുന്നു. അപ്പോൾ അന്ന് മുതൽ ഒരു ബന്ധമുണ്ടായി എന്ന് പറഞ്ഞാൽ ആ ബന്ധത്തിൻ്റെ ആഴവും പരപ്പും ഏത് രീതിയിലായിരിക്കും ഡെവലപ്പായി വന്നത് എന്ന് നമുക്കെല്ലാവർക്കും അറിയാൻ പറ്റുന്ന സാധ്യതയാണ്. പിന്നീട് നമ്മൾ അറിയേണ്ടത്, പിണറായി വിജയൻ്റെ മൈക്ക് പോലും ഒന്നനക്കാൻ ശശിയെപ്പോലുള്ള ആളുകൾ പോലും ഭയപ്പെടുന്ന ചിത്രം നമ്മൾ അടുത്ത കാലത്ത് കണ്ടു. പക്ഷേ അതിനൊന്നും ഭയമില്ലാതെ വളരെ ലാഘവത്തോടുകൂടി വളരെ ഫ്രണ്ട്ലിയായി പിണറായി വിജയനോട് കേരളത്തിൽ രാഷ്ട്രീയവും സൗഹൃദവും അതുപോലെ തന്നെ ഫലിതവും സംസാരിക്കാൻ അവസരമുള്ള, അടുപ്പമുള്ള ഒരേ ഒരു വ്യക്തി എന്ന് പറയുന്നത് ജോൺ ബ്രിട്ടാസാണ്. ആ ജോൺ ബ്രിട്ടാസിനെ ഒരു ഘട്ടത്തിൽ ഏഷ്യാനെറ്റിലേക്ക് പറഞ്ഞയച്ചത് പോലും പാർട്ടി തന്നെയാണ്.
അവിടെ നിന്ന് വീണ്ടും പണി പഠിച്ച് തിരിച്ചു വരിക. പണി മാത്രമല്ല, ചില ബന്ധങ്ങളും കൂടി പഠിച്ചിട്ടാണ് രാജീവ് ചന്ദ്രശേഖരൻ്റെ ചാനലിൽ നിന്ന് തിരിച്ച് ജോൺ ബ്രിട്ടാസ് വന്നത്. പക്ഷേ ജോൺ ബ്രിട്ടാസ് പിന്നീട് നമ്മൾ കാണുന്നത് എന്താണ്? കൈരളി കുത്തഴിഞ്ഞ ഒരു മാധ്യമ ലോകമായി മാറി. അതിന് ലാഭമില്ല, അതിനകത്ത് ആവശ്യത്തിന് പരസ്യമില്ല. പഴയ രീതിയിലുള്ള ഒരു ക്വാളിറ്റി പ്രോഗ്രാം മെയിൻറ്റെയിൻ ചെയ്യുന്ന കാര്യത്തിൽ പീപ്പിളും കൈരളിയും വിയും എല്ലാം പരാജയപ്പെട്ടു. വല്ലാത്തൊരവസ്ഥയിലേക്ക് കൈരളി ചാനൽ എത്തുന്നു. ബ്രിട്ടാസ് മാധ്യമ ലോകം വിട്ട് രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ആ രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിച്ച ബ്രിട്ടാസിന് വേണ്ടി ദേശീയ രാഷ്ട്രീയത്തിലേക്ക് തന്നെയുള്ള വലിയൊരു എൻട്രി ശ്രീ പിണറായി വിജയൻ നൽകി. അപ്പോൾ എല്ലാവർക്കും അറിയുന്ന ഒരു പോസിറ്റീവ് വശം ശ്രീ ബ്രിട്ടാസിനെ സംബന്ധിച്ചിട്ടുള്ളത്, അദ്ദേഹം കുറേ കൂടി ഒരു ലിംഗ്വിസ്റ്റിക് ക്യാപ്പബിലിറ്റി, പ്രത്യേകിച്ചിട്ട് ഇംഗ്ലീഷ് ഭാഷയിൽ കൈകാര്യം ചെയ്യാനൊക്കെ ശേഷിയുള്ള ഒരാളാണ്. അപ്പോൾ ഡൽഹിയിലെ ബന്ധങ്ങൾ ഇതെല്ലാം ചേർന്ന് ബ്രിട്ടാസ് അവിടെ പോകുന്നു. അദ്ദേഹം പാർലമെൻറ്റ് അംഗം എന്നുള്ള രീതിയിൽ പ്രവർത്തിക്കുന്നു. ഇന്ത്യ മുന്നണിയുടെ ഒട്ടുമിക്ക യോഗങ്ങളിലും ബ്രിട്ടാസ് പങ്കെടുക്കുന്നു. പാർട്ടിക്ക് മുകളിൽ പറക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരുന്തായി ബ്രിട്ടാസ് മാറുകയാണ്. പക്ഷെ അടുത്ത ദിവസങ്ങളിൽ നമ്മൾ അതിൻ്റെ ഒരു രണ്ടാം ഘട്ടം കാണുകയാണ്. BJPയെ നിശിതമായി വിമർശിക്കേണ്ട ബ്രിട്ടാസ് BJPയെ പൂർണ്ണമായും ഉപേക്ഷിക്കുന്നു. അദ്ദേഹത്തിൻ്റെ വിമർശനം മുഴുവൻ രാഹുൽ ഗാന്ധിയിലേക്കും പ്രിയങ്ക ഗാന്ധിയിലേക്കും ടാർഗറ്റ് ചെയ്യപ്പെടുന്നു. അപ്പോൾ നമ്മൾ ഓർമ്മിക്കേണ്ട ഒരു കാര്യം എന്താണ്? ഇന്ത്യ മുന്നണിയുടെ ഒരു പ്രധാനപ്പെട്ട നേതാവ്, പ്രതിപക്ഷ നേതാവ് പാർലമെൻറ്റിൽ ആബ്സെൻ്റ് ആണ്. അതാണ് ബ്രിട്ടാസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. പക്ഷേ നമ്മൾ ആലോചിക്കേണ്ടത്, രാഹുൽ ഗാന്ധിയെക്കാളും എത്രയോ ഇരട്ടി പാർലമെൻറ്റിൽ ആബ്സെൻ്റായി നിൽക്കുന്ന ഒരാളാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി. വളരെ റയർ ഓഫ് ദ റയറസ്റ്റ് എന്ന് പറയാം. അങ്ങനെ മാത്രമേ ഇന്ത്യൻ പാർലമെൻറ്റിലേക്ക് അദ്ദേഹം വരാറുള്ളൂ. പക്ഷേ ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യൻ പാർലമെൻറ്റിലേക്ക് വരാറേയില്ല. അല്ലെങ്കിൽ അത് ഇന്ത്യ ചർച്ച ചെയ്യപ്പെടേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ജനാധിപത്യ വിഷയമാണ് എന്ന് ജോൺ ബ്രിട്ടാസ് ഒരിക്കൽ പോലും ഒരു പ്രസ്താവന നടത്തിയിട്ടില്ല. പക്ഷേ ശ്രീ രാഹുൽ ഗാന്ധി ദീർഘകാലമായി നിരവധിയായിട്ടുള്ള സഹന സമര പോരാട്ടങ്ങളിൽ ഇന്ത്യയിൽ അതിശക്തമായിട്ടുള്ള നായകത്വം നൽകുന്ന ഒരു മനുഷ്യൻ, വോട്ട് ചോരിക്കെതിരെ 16 ദിവസം നീണ്ടുനിന്ന ബീഹാറിലെ യാത്രയിൽ പങ്കെടുത്ത മഞ്ഞും മഴയും വെയിലും കൊണ്ട ഒരു മനുഷ്യൻ, ഇന്ത്യൻ പാർലമെൻറ്റിൽ BJPയെ നഖശിഖാന്തം എതിർത്തുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യൻ, അദ്ദേഹത്തിൻ്റെ ഒരു ടൂറിൻ്റെ ഭാഗമായി വിദേശത്തേക്ക് പോയി എന്ന് പറഞ്ഞപ്പോൾ പിറ്റേ ദിവസം മാധ്യമങ്ങളെ വിളിച്ചിട്ട് അതിനെക്കുറിച്ച് സംസാരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം വീണ്ടും അദ്ദേഹം പ്രിയങ്ക ഗാന്ധിയെ അറ്റാക്ക് ചെയ്തു. പ്രിയങ്ക ഗാന്ധിയെ അറ്റാക്ക് ചെയ്തത് എന്താണ്? മോദിയുമായിട്ട് ചായ സൽക്കാരത്തിൽ പങ്കെടുത്തു എന്നുള്ളതാണ്. പക്ഷേ ഇന്ത്യൻ പാർലമെൻറ്റിൽ പ്രിയങ്ക ഗാന്ധിയുടെ പെർഫോമൻസ് കണ്ട ആളുകൾക്ക് മനസ്സിലാവും. പ്രിയങ്ക ഗാന്ധി നിരവധി തവണ ഇന്ത്യൻ പ്രധാനമന്ത്രിയോട് ആവശ്യപ്പെടുന്നുണ്ട്, പ്രധാനമന്ത്രി എനിക്ക് എൻ്റെ മണ്ഡലത്തെക്കുറിച്ച് പറയാൻ, എൻ്റെ വയനാടിനെക്കുറിച്ച് പറയാൻ, വയനാട്ടിലെ ഈ ദുരന്തപൂർണമായിട്ടുള്ള ജീവിത സാഹചര്യങ്ങളെക്കുറിച്ച് പറയാൻ, വയനാടിൻ്റെ പുനർനിർമ്മാണത്തെക്കുറിച്ചിട്ട് സംസാരിക്കാൻ എനിക്കൊരു അപ്പോയിൻമെൻറ്റ് തരണം എന്ന് ഒരു പാർലമെൻറ്റ് അംഗം എന്നുള്ള രീതിയിൽ പ്രിയങ്ക ഗാന്ധി നിരവധി തവണ പാർലമെൻറ്റിൽ തന്നെ എഴുന്നേറ്റ് നിന്ന് സംസാരിക്കുന്നത് കണ്ടു. ആ അടിസ്ഥാനത്തിൽ ഒരു അപ്പോയിൻമെൻറ്റ് കിട്ടി പ്രധാനമന്ത്രിയെ കണ്ടപ്പോഴാണ് ബ്രിട്ടാസിന് ഹാലിളകുന്നത്. പക്ഷേ ഈ ബ്രിട്ടാസ് ജീവിതത്തിൽ ഒരു തവണ മാത്രം ഇന്ത്യൻ പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ചയ്ക്ക് പോയ പ്രിയങ്ക ഗാന്ധിയെ നിശിതമായി വിമർശിക്കുമ്പോൾ സ്വന്തം നിഴലെങ്കിലും ഒന്ന് കാണാൻ ശ്രദ്ധിക്കണ്ടേ? എത്ര തവണയാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനോടൊപ്പം അദ്ദേഹം മുഖ്യമന്ത്രിയെ കാണാൻ വേണ്ടി പോയിട്ടുള്ളത്? അതിപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഒരു സംഭവം ഇതിൻ്റെ അകത്ത് നടക്കുന്നുണ്ട് എന്നും ഈ BJP CPM ബാന്ധവത്തിന് പിന്നിൽ ആരെങ്കിലും ഒരാളുണ്ട് എന്നുള്ളത് സത്യമാണ്. അത് ജോൺ ബ്രിട്ടാസ് ആയിരുന്നു എന്ന് നമ്മളൊക്കെ അറിയുന്നത് ഇപ്പോഴാണ്. ധർമ്മേന്ദ്ര പ്രധാൻ എന്ന വിദ്യാഭ്യാസ മന്ത്രി അത് പാർലമെന്റിൽ പറഞ്ഞിരിക്കുകയാണ്. മുഖ്യമന്ത്രിക്കും ജോൺ ബ്രിട്ടാസിനും നന്ദി രേഖപ്പെടുത്തുന്നു എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ അറിയേണ്ട കാര്യം, ശ്രീ മുഖ്യമന്ത്രി പിണറായി വിജയനോടൊപ്പം നിരവധി തവണ ഇന്ത്യൻ പ്രധാനമന്ത്രിയെ കാണുമ്പോൾ അതിൻ്റെ മീഡിയേറ്റർ ബ്രിട്ടാസ് ആയിരുന്നു. അന്ന് പല ആളുകളും വിചാരിച്ചത് മുഖ്യമന്ത്രിയെക്കാളും നന്നായി ബ്രിട്ടാസ് ഇംഗ്ലീഷ് കൈകാര്യം ചെയ്യുന്നത് കൊണ്ട് അതിനാണ് കൂട്ടിയിട്ട് പോകുന്നതെന്നാണ് വിചാരിച്ചത്. പക്ഷെ സത്യം അതല്ല. ആ പോകുന്ന സമയത്ത് വെറുതെയാണ് പോകുന്നത്. കേരളത്തിൻ്റെ കസവുമുണ്ട്, കേരളത്തിൻ്റെ ബോട്ടുകൾ, കേരളത്തിൻ്റെ വാൽക്കണ്ണാടി, ആറന്മുള കണ്ണാടി, പിന്നെ അതുപോലെ തന്നെ ഏറ്റവും ഒടുവിൽ ഈ കാന്താര സിനിമ വിജയിച്ചതിന് ശേഷം നമ്മുടെ നാട്ടിലെ തെയ്യം, ഇതെല്ലാം കൊണ്ടാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പ്രധാനമന്ത്രിയെ കാണാൻ വേണ്ടി പോകുന്നത്. ഈ പോകുന്ന സന്ദർഭങ്ങളിലെല്ലാം മിസ്റ്റർ ബ്രിട്ടാസ് എന്ന് പറയുന്ന രാജ്യസഭാ MP
ഈ ചർച്ചകളുടെ മീഡിയേറ്ററായിരുന്നു. അപ്പോൾ ഇത്രയും തവണ പിണറായി വിജയൻ പോയി കണ്ടപ്പോൾ ഒരു പരാതിയും ബ്രിട്ടാസിനെ സംബന്ധിച്ചിട്ടില്ല. ബീഹാറിൽ ഒരു വോട്ട് ചോറി യാത്ര നടത്തി. ഇന്ത്യയിലെ 24ഓളം വരുന്ന ഇന്ത്യ മുന്നണിയിലെ രാഷ്ട്രീയ നേതാക്കന്മാരെല്ലാം ബീഹാറിലേക്ക് ഒഴുകിപ്പോയി. ശ്രീ MA ബേബി അടക്കം പോയി. പക്ഷേ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഒരു ദിവസം പോലും ബീഹാറിൽ CPMൻ്റെ സ്ഥാനാർത്ഥിക്ക് വേണ്ടി പ്രചരണം നടത്താൻ വേണ്ടി പോയില്ല. ഹരിയാനയിൽ BJPയും കോൺഗ്രസും CPMും തമ്മിൽ യുദ്ധം നടന്നപ്പോൾ ഹരിയാനയുടെ മണ്ണിലേക്ക് ഒരു ദിവസം കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പോയില്ല. അപ്പോൾ മുഖ്യമന്ത്രി ഇവിടെയെല്ലാം ആബ്സെൻ്റ് ആവുന്നതിൽ ഒരു പരാതിയുമില്ലാത്ത ജോൺ ബ്രിട്ടാസിന് ഒരു ദിവസം പാർലമെൻറ്റിനകത്ത് ശ്രീ രാഹുൽ ഗാന്ധി പങ്കെടുക്കാത്തതും പ്രിയങ്ക ഗാന്ധി ഇന്ത്യൻ പ്രധാനമന്ത്രിയുമായി ഒരു ചായ സൽക്കാരത്തിൽ പങ്കെടുത്തു എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പൊളിറ്റിക്കൽ വിഷയമായി കൊണ്ടുവന്ന് കേരളത്തിലെ മാധ്യമങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിനകത്ത് നിന്ന് വളരെ ക്ലിയർ കട്ടായി മനസ്സിലാകുന്ന ഒരു കാര്യം, ബ്രിട്ടാസിൻ്റെ മുഖ്യ ശത്രു കോൺഗ്രസ് ആണ്. എന്തുകൊണ്ട്? ബ്രിട്ടാസ് ഹി വിൽ ബി ദ ചീഫ് മിനിസ്റ്റർ ഓഫ് കേരള എന്ന് സ്വയം മനസ്സിൽ ചിന്തിച്ച് നടക്കുകയാണ്. ദർ ഈസ് ആൻ ഓപ്പർച്യൂണിറ്റി എന്ന് അദ്ദേഹം മനസ്സിൽ കൊണ്ടു നടക്കുകയാണ്. ആ അർത്ഥത്തിലാണ് ഇപ്പോൾ കേരളത്തിലെ കോൺഗ്രസിനെ എതിർക്കാൻ, കേരളത്തിലെ കോൺഗ്രസിൻ്റെ ജീവാത്മാവും പരമാത്മാവുമായി ജീവിക്കുന്ന ദേശീയ തലത്തിലെ രണ്ടു പ്രധാനപ്പെട്ട നേതാക്കന്മാരെ വിമർശിക്കാൻ ശ്രീ ബ്രിട്ടാസ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഇപ്പോൾ CJP എന്ന് പറയുന്ന രണ്ടു പാർട്ടികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട പാലം അത് ബ്രിട്ടാസ് പാലമായി മാറിയിരിക്കുന്നു. അദ്ദേഹം ജോൺ ബ്രിട്ടാസ് എന്ന് പറയുന്നതിന് പകരം അദ്ദേഹം ജോൺ ബ്രിഡ്ജ് ആണ് എന്ന് പറയുന്ന ആളുകൾ പോലും ഇപ്പോൾ കേരളത്തിൽ സജീവമായി വന്നു. സത്യത്തിൽ ഇത് എല്ലാ സമയത്തും ഇങ്ങനെ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ കഴിയൂ? ഇല്ല, ഒരു കാരണവശാലും സാധിക്കില്ല. അതാണ് ഞാൻ പറഞ്ഞത്, വളരെ വേഗത്തിൽ ആളുകൾ തിരിച്ചറിയുകയാണ്. നമ്മൾ ഓർമ്മിക്കേണ്ടത്, കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിന് മുന്നിൽ ഇവിടെ കോവിഡിൻ്റെ കാലത്ത് പോലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വരുമ്പോൾ ഏറ്റവും വലിയ പിന്തുണ നൽകിയത് കേരളത്തിലെ ന്യൂനപക്ഷ വിഭാഗങ്ങൾ, വിശിഷ്യ മുസ്ലിം സമുദായമാണ്. അന്ന് അവരെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രീ പിണറായി വിജയനും സംഘത്തിനും സാധിച്ചത് പലസ്തീൻ ഐക്യദാർഢ്യ സമ്മേളനങ്ങൾ നടത്തുക, ന്യൂനപക്ഷ പിന്നോക്ക വിഭാഗങ്ങൾക്ക് വേണ്ടിയിട്ട് വലിയ സമരങ്ങൾ നടത്തുക, ദേശീയ തലത്തിൽ BJPക്കെതിരെ അതിശക്തമായിട്ടുള്ള പോരാട്ടം കേരളത്തിൻ്റെ മണ്ണിൽ നടത്താൻ കഴിയുന്ന രാഷ്ട്രീയ പാർട്ടി CPM ആണെന്നൊക്കെ പറയുകയാണ്. പക്ഷെ പൊടുന്നനവേ അതിൽ നിന്നെല്ലാം മാറി വെള്ളാപ്പള്ളി നടേശനെ കൊണ്ട് കേരളത്തിലെ ന്യൂനപക്ഷങ്ങളെ, വിശിഷ്യ കേരളത്തിലെ മുസ്ലിം സമുദായത്തെ തെറിപറിയിപ്പിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് CPM മാറി. BJPയോട് ഒരു അടുപ്പം കാണിച്ചു. സ്വാഭാവികമായും കേരളത്തിലെ ന്യൂനപക്ഷങ്ങൾ അവർക്കെതിരായി വോട്ട് രേഖപ്പെടുത്തി. അപ്പോൾ അതിവേഗമാണ് CPMൻ്റെ ഈ കള്ളത്തരങ്ങളെല്ലാം കേരളത്തിൻ്റെ മണ്ണിൽ പൊളിച്ചടക്കിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് CPM മുമ്പെങ്ങും കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള വലിയ പരാജയത്തിലേക്ക് കൂപ്പുകുത്തിക്കൊണ്ടിരിക്കുന്നത്.